നമസ്കാരം. നമസ്കാരം. റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ നമ്മൾ ബന്ധങ്ങളുടെ സൗമ്യതയെക്കുറിച്ച്, ബന്ധങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ആഴത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ മനുഷ്യനായിരിക്കുന്ന ഈ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. നമ്മളെല്ലാവരും അതിന് ഏറ്റവും വില നൽകുന്നുമുണ്ട്. ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സമ്പാദ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂല്യമുള്ള സമ്പാദ്യമായിട്ടാണ് ബന്ധങ്ങൾ എപ്പോഴും കാണാറുള്ളത്. അപ്പോ ആ ബന്ധങ്ങൾ എത്രത്തോളം ഊഷ്മളമാവണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള ആ പരമ്പരയിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ വൺസ് അഗെയിൻ നിങ്ങൾ എല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ഏതൊരു ക്ലാസ് കേൾക്കുമ്പോഴും അത് തയ്യാറാവുക എന്നുള്ളൊരു കടമ നമുക്കുണ്ട്. അവിടെ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ പാകപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ് എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം. ഇപ്പൊ എല്ലാവരും താഴെ ടൈപ്പ് ചെയ്തോളൂ. മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ്. മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ്. യെസ് യെസ്, കമാൺ കമാൺ. എല്ലാവരും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തുടങ്ങാം, ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ്, പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തോ ഒരു വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എന്താണ് ഈ വേദന? അല്ലെങ്കിൽ നമ്മൾ പലരും ഇപ്പോൾ വലിയ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ സ്വർണ്ണോ ഒന്ന് ടൈപ്പ് ചെയ്ത്. ബന്ധങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഒരു വേദന അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു പോകാം. പ്രണയിക്കുന്നവർക്കിടയിൽ ഒരു കാലത്ത് പരസ്പരം മിണ്ടാതെ ഉറങ്ങാൻ കഴിയാതിരുന്നവരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അവരുടെ ബ്ലോക്ക് ലിസ്റ്റിലാണ്, അല്ലെ? ഫോൺ നോക്കുമ്പോൾ അവർ ഓൺലൈനിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, ബ്ലോക്ക്ഡാണ്. എന്താണ് വിഷയം? ചെറിയൊരു വാശി അല്ലെങ്കിൽ ഒരു ഈഗോ. അതാണ് സ്നേഹത്തെക്കാൾ വലുതായി ഇന്ന് അവർക്കിടയിൽ നിൽക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കിടയിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ഞാൻ പറയുന്നു, അവർക്കിടയിൽ നിന്ന് മാത്രം പറയുന്നു. കാരണം എനിക്ക് ആരെയും അതിൽ ശ്രദ്ധിക്കാൻ, അതിലൊന്നും പെടരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ചങ്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക്. ആ കൂട്ടത്തിൽപ്പെട്ട് പ്രണയിക്കുന്നവർക്കിടയിലുള്ള ഒരു അകൽച്ച, എന്താണ് അതിന് പരിഹാരം? നമുക്ക് നോക്കാം, കേൾക്കുക ബാക്കി. നമുക്ക് തീർച്ചയായും അതിന് പരിഹാരം ഇന്നിവിടെ കണ്ടെത്തണം. കുടുംബജീവിതത്തിൽ ഒരേ വീട്ടിൽ കഴിയുന്ന ഭാര്യയും ഭർത്താവും, പക്ഷേ തമ്മിൽ കിലോമീറ്ററുകളുടെ അകലം. സംസാരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ മറ്റുള്ളൊരു കാര്യം മാത്രം. സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട്, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ചിരിച്ചിട്ട്, മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി? എന്താണ് വിഷയം? ബ്രേക്കപ്പായി പോയവർ ഇനി വേണ്ട എന്ന് പറഞ്ഞ് പോയതാണ്, പക്ഷേ മനസ്സിപ്പോഴും അവരെ തേടുന്നു, അവരെ പറ്റി ഓർക്കും വിങ്ങുന്നു. അവരെ മറക്കാൻ ശ്രമിക്കും തോറും അവരുടെ ഓർമ്മകൾ വല്ലാതെ വേദനിപ്പിക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു, മെസ്സേജ് അയച്ചു, ചിലപ്പോൾ കരഞ്ഞു പറഞ്ഞു നോക്കി, എന്നിട്ടും അവർ തിരിച്ചു വരുന്നില്ല. എന്താണ് കാരണം? കാരണം വളരെ ലളിതമാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ലാക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത്. സ്നേഹം ലഭിക്കാത്ത അവസ്ഥ, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവരെന്നോട് മിണ്ടുന്നില്ല എന്നുള്ള അവസ്ഥ. അങ്ങനെ ലാക്ക് ഓഫ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്ന് നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, നമ്മൾ എത്രത്തോളം പിറകെ നടക്കുന്നുവോ അത്രത്തോളം അവർ നമ്മളെ അകറ്റി നിർത്തിക്കൊണ്ടേയിരിക്കും. ഇത് പ്രകൃതി സത്യമാണ്, അല്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്തോളൂ, അനുഭവിച്ചവരാണെങ്കിൽ. അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനിക്കുക, ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് പഠിക്കുക. എന്നിട്ട് ഇന്ന് മുതൽ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക.
നമ്മൾ അവരെ വിളിക്കാൻ പോകുന്നില്ല. പകരം അവരോട് സംസാരിക്കാനും പോകുന്നില്ല. പകരമോ നമ്മൾ നമ്മുടെ ഉള്ളിലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സോൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ആത്മബന്ധം എന്ന് പറയുന്ന അതിനെ ഒന്ന് ശരിയാക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മാറ്റം പ്രപഞ്ചം തിരിച്ചറിയുകയും അകന്നു പോയവർ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ഓർക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ ഊർജം അവരെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുക തന്നെ ചെയ്യും. തയ്യാറാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഈ ടെക്നിക്ക് പഠിച്ചോളൂ. റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തോളൂ. നമുക്ക് തുടങ്ങാം. അവരെ തിരികെ ആകർഷിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം കേട്ടോ. അതാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, റെഡിയാണല്ലോ? യെസ്, കമാ. ടൈപ്പ് 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 കമന്റ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. അപ്പോൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. റിലേഷൻഷിപ്പ് മാസ്റ്ററിക്ക് മാത്രമുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. റിലേഷൻഷിപ്പ് മാസ്റ്ററി ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആ ലിങ്കിൽ കയറി വരിക. അതിൽ ഡെയിലി പ്രാക്ടീസുകളും ചില ടെക്നിക്കുകളും ഒക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, പ്രാക്ടീസ് ചെയ്യാം. ഫ്രീ കമ്മ്യൂണിറ്റിയാണ്, ജോയിൻ ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ ഫ്രീ ഉണ്ടാവും. ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അവിടെ സംസാരിക്കാം. അപ്പോ നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രധാനമായിരുന്ന ഒരാൾ ഇന്ന് അകന്നു പോയിട്ടുണ്ടോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്തോളൂ. അല്ലെങ്കിൽ അവരെ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചു, ബിസി ആയി നമ്മൾ സ്ട്രോങ് ആയി നടിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, രാത്രിയിൽ മനസ്സ് നിശബ്ദമാകുമ്പോൾ അവർ കടന്നു വരുന്നു. എവിടേക്ക്? മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇതൊരു ഒബ്സഷൻ അല്ല, ഇതൊരു അറ്റാച്ച്മെന്റ് ഡിസോർഡറുമല്ല. ഇത് അൺഫിനിഷ്ഡ് ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഇത് മനസ്സിലാക്കുക. അൺഫിനിഷ്ഡ് ഇമോഷണൽ ബോണ്ട്, ഇതിനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്താൽ മാത്രം മതി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. റെഡിയാണല്ലോ? പറയാം. വളരെ ശാന്തമായി, എന്നാൽ അവരുടെ വേദനയെ തൊടുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സൈക്കോളജിക്കൽ ആയിട്ട് പറഞ്ഞാൽ അൺഎക്സ്പ്രസ്ഡ് എമോഷൻസ് നെവർ ഡൈ എന്നാ പറയുക. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനർജി വെയിറ്റ് ഫോർ കംപ്ലീഷൻ എന്ന് പറയും. ഒരു എനർജി ഉണ്ടായാൽ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തിട്ടും നിങ്ങൾ അവരെ ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടെക്നിക്കാണ് സോൾ ബ്രിഡ്ജ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് അവരെ കൺട്രോൾ ചെയ്യാനുള്ളതല്ല, നിങ്ങളെ ഫ്രീ ആക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ആ എനർജി ഓട്ടോമാറ്റിക്കലായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ തത്വം. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവെക്കുക, എന്നിട്ട് കണ്ണടച്ച് ഈ ഞാൻ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണ്. നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഹോണസ്റ്റ് ആയി മാറിയാൽ മാത്രം മതി. ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക, മറ്റൊരു ഡീപ് ബ്രീത്തും കൂടി എടുക്കുക. ഇനി നിങ്ങൾ മനസ്സിൽ നിന്നും പറയുക, ഞാനിപ്പോൾ സേഫാണ്. എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിട്ട് നിങ്ങളിപ്പോൾ പറയുക, ഞാനിപ്പോൾ സേഫാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ആ വ്യക്തിയെ ഫേസോടുകൂടി ഇമാജിൻ ചെയ്യാൻ ചെയ്യും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ ഫേസോടെ ഇമാജിൻ ചെയ്യരുത്.
പകരം അവരുടെ പ്രസൻസിനെ ഇമാജിൻ ചെയ്യുക, അവരുടെ വോയിസിനെ ഫീൽ ചെയ്യുക, അവരുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ആയിരുന്ന നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് അവർ മുഖം മാത്രം കാണുകയല്ല, പകരം അവരുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുക, അവരുടെ വോയിസ് നിങ്ങൾ ഫീൽ ചെയ്യുക, അവർ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്തായിരുന്നു അനുഭവിച്ചത് അത് ഫീൽ ചെയ്യുക. ഇതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അവർ നിങ്ങളെ ഓർക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ അവരോടൊപ്പമുള്ള നിങ്ങളെ ഓർക്കുക. നിങ്ങളോടൊപ്പമുള്ള അവരല്ല, അവരോടൊപ്പമുള്ള നിങ്ങളെ ഓർക്കുക. അതായത് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണ്, അപ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷത്തെ നിങ്ങൾ ഓർക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത വാക്കുകളുണ്ട്. അതിനെയൊന്ന് അവരോട് നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച വാക്കുകളുണ്ട്, വഴക്കല്ല കേട്ടോ, നിങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിച്ച വാക്കുകളുണ്ട്. ഐ ലവ് യു, സോ മിസ്സിങ് യു, അല്ലെങ്കിൽ നിന്നെ ഞാൻ വളരെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ള എന്തൊക്കെയാണോ നിങ്ങൾ പറയാമെന്ന് ആ വാക്കുകൾ നിങ്ങൾ പറയുക. സ്നേഹമായിട്ടുള്ള വാക്കുകൾ പറയുക. സന്തോഷകരമായിട്ടുള്ള അവസ്ഥ, അവരുടെ കൂടെ നിൽക്കുമ്പോൾ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ വരിക. എന്താണോ നിങ്ങൾക്ക് അവരോട് സന്തോഷകരമായി തോന്നുന്നത്, അവരുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അവരിൽ ഫീൽ ചെയ്യുന്നത് അതിനെ അങ്ങ് പറയുക. പതുക്കെ മനസ്സിൽ പറയുക. ഇതൊരു വീക്ക്നെസ് ആയിട്ടൊന്നും കരുതണ്ട, നിങ്ങൾ ഒട്ടും ഈഗോയിസ്റ്റിക് ആവുകയും വേണ്ട. നിങ്ങൾക്ക് അവരോട് എന്ത് ഫീൽ ചെയ്യുന്നു അതങ്ങ് പറയുക. ഇവിടെ ഹീലിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കുക. കാരണം സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് അവരോട് പ്രകടിപ്പിക്കുക തന്നെ വേണം. നിങ്ങൾ ഇപ്പോൾ അവരുടെ പ്രസൻസിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് നിങ്ങൾ അവർക്ക് പ്രസൻസ് പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല, എനിക്ക് പറയാനുള്ളത് മാത്രം പറയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പറയാനുള്ളത് അങ്ങ് പറയുക. കൃത്യമായിട്ടും പറയുക. നിങ്ങൾ അത് ചെയ്തത് നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, നിങ്ങൾ അത് വാങ്ങിച്ചതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു, ഇത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അന്ന് ചെയ്ത നല്ല കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. യെസ്. ഇനിയാണ് ഇതിന്റെ മാജിക് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഹൃദയം തുറന്നുകൊണ്ട് പറയുക, ഞാൻ അവരെ സ്നേഹിക്കുന്നു. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ പറയുക, ഞങ്ങളുടെ ബന്ധം സ്വാഭാവികമാകുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ബന്ധം സ്വാഭാവികമാകുന്നു. ഇതൊരു 7 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയും. എന്റെ ഹൃദയം തുറക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ബന്ധം സ്വാഭാവികമാകുന്നു. എന്റെ ഹൃദയം തുറക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, എന്റെ ബന്ധം സ്വാഭാവികമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ? അവിടെ ഒരു വാക്ക്, ഒരു ശൂന്യത കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ശൂന്യതയാണ് യൂണിവേഴ്സിന് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, സ്നേഹത്തിന്റെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ബന്ധം സ്വാഭാവികമാക്കുന്നതിനും എനർജി ഫീൽ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ശൂന്യത നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങ് മനസ്സിലാവും. ആ യൂണിവേഴ്സിൽ ആ ഒരു വാക്വമിന്, ആ ഒരു ഗ്യാപ്പിനെ യൂണിവേഴ്സ് ഫില്ല് ചെയ്യും. അവിടേക്കാണ് അവർ വരാൻ പോകുന്നത്. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഒരു സമയമെടുത്ത് ചെയ്യണം.
യൂണിവേഴ്സിനോട് നിങ്ങൾ പറയേണ്ടത് ഇത്രയാണ്: ഇത് സംഭവിക്കണം ഇത് സംഭവിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിത് വിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത് ശരിയായി എന്ന് എനിക്കറിയാം, അത് ശരിയായ സമയത്ത് അവരെൻ്റെ അടുത്ത് വരുമെന്നും എനിക്കറിയാം, അത് എത്തുക തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. സോ ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇനി നിങ്ങൾ അതിനെപ്പറ്റി ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു, ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി നാളെ ഇതേ സമയത്ത് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ പിന്നെ നിങ്ങൾ ഓർക്ക് എന്തേ വിളിക്കാത്തത്, എന്തേ വിളിച്ചില്ല, ഫോൺ നോക്കുക, ഇതൊന്നും ചെയ്യരുത്. പിന്നെ നിങ്ങൾ പോയിട്ട് ഓൺലൈനിൽ ഉണ്ടോ നോക്കുക, ഇതൊന്നും പാടില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ലീവ് ഇറ്റ്. ഇതാണ് ഇതിന്റെ ശരിയായ അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുക. അപ്പോ നിങ്ങൾ ആ ആ റിലീഫിനെ ഒന്ന് ഫീൽ ചെയ്യുക, ആ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ടൈറ്റ്നെസ്സിനെ ഒന്ന് ലീവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ അത് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അപ്പോൾ ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം, വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ശാന്തനാണ്, ഞാൻ വിലയുള്ളവളാണ്, അല്ലെങ്കിൽ ഞാൻ ശാന്തയാണ്, ഞാൻ ശാന്തനാണ്, ശാന്തതയാണ്, ഞാൻ ശാന്തതയുള്ള ആളാണ്, ഞാൻ വിലയുള്ള ഒരാളാണ്, എന്റെ എനർജി എന്നെ തേടി ശരിയായ ആളുകളെ ഇപ്പോൾ തന്നെ കൊണ്ടുവരുന്നു, എന്റെ എനർജി എന്നെ തേടി ശരിയായ ആളുകളെ ഇപ്പോൾ തന്നെ കൊണ്ടുവരുന്നു. ഇതൊരു 3 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയും. അതായത് നിങ്ങൾ വളരെ കോളായിക്കണം. ഇനി നിങ്ങൾ ഡിറ്റാച്ച് ചെയ്തു, ഇനി നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർക്കാണ്ട് ഇന്ന ദിവസം പിന്നെ ഒരു കാരണവശാൽ നിങ്ങൾ നോക്കാൻ പാടില്ല. നാളേക്കും തന്നെ സംഭവിച്ചിരിക്കും, ഇല്ലെങ്കിൽ സംഭവിക്കാത്ത ചിലവുണ്ടെങ്കിൽ നാളെയും കൂടി പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഒരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾ ചെയ്തത്, ഒരു എക്സസൈസ് അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു റിച്വൽ ആണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു വിഷയത്തെ തന്നെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. നിങ്ങളെ തിരിച്ചു കിട്ടുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ തേടി വരും എന്നറിയുക. മനസ്സൊരു വിസ്മയത്തിൽ ഞാൻ ആദ്യം ഒരാൾ അവനവനെ തിരഞ്ഞു കിട്ടിയാൽ മറ്റുള്ളവരെ അറിഞ്ഞു കിട്ടും എന്നുള്ള അതേ തത്വം. അപ്പോൾ ബന്ധങ്ങളെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബന്ധങ്ങളെ ഫോഴ്സ് ചെയ്താൽ അത് പൊട്ടിപ്പോകും. അത് സ്വയം ശാന്തമായാൽ ബന്ധങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്ന കാണാം. ഇത് മനസ്സിലാക്കുക. ഞാനിത് പറഞ്ഞതൊക്കെ മനസ്സിന്റെ മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. മനസ്സിനെ മാറ്റപ്പെടുത്തിയാൽ ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാവുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് എടുക്കുക. താങ്ക് യു വെരി മച്ച്. ചിലപ്പോൾ ഈ വീഡിയോ 1 or 2 പ്രാവശ്യം കണ്ടിട്ട് കൃത്യമായി എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ദിനേശ് മൂന്ന് സൈനിക.